Hey guys, welcome back to YouTube channel. Partners vlog day 4 വ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ടുഡേയ്സ് വ്ലോഗ് എന്ന് പറയുന്നത് ഇപ്പം ഡേ 4ലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇപ്പോൾ ഞാൻ രാവിലെ ഒന്ന് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറം ഒരു മാളുണ്ട്, അവിടേക്ക് പോകാൻ പോവാണ്. അവിടുന്ന് ജസ്റ്റ് കുറച്ച് ഡ്രസ്സ് കണ്ട് ജുഡിയോ ഉണ്ട്, അവിടെ മാക്സ് ഉണ്ട്, ഈസി ബൈ എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സ് കണ്ട് അതിന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നടന്ന ഡ്രസ്സ് വേറെ ഡ്രസ്സാണ് ഇടുന്നത്. പിന്നെ നമ്മളൊരു മാളിലും പോകാമെന്ന് വിചാരിച്ചു. ഒരു മാളിൽ പോകണം ആദ്യം. H&M അവിടെ എല്ലാം പോയി ഇക്കാൻ്റെ ഫ്രണ്ട്സിന് അവർക്കെല്ലാം ഡ്രസ്സ് എടുക്കണം. എന്നിട്ട് മാളെല്ലാം പോയതിന് ശേഷം എന്താ ഈ അപ്പുറത്തെ മാളിലേക്ക് പോകണം. അപ്പുറത്തെ മാളിലേക്ക് പോകുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് എടുക്കുക. കാരണം നമ്മൾ മറ്റേ മാളിൽ ബോംബെയിലാണ് പോകുന്നത്. ബോംബെ പോയിട്ട് ഇങ്ങ് വന്നിട്ട് കുറച്ചൊക്കെ കടന്നെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേറെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പുറത്തെ മാളിൽ പോകുന്നത്. അപ്പോൾ ഡേ 4 ഡേ 5 ഡ്രസ്സ് മാറ്റിയെന്ന് വിചാരിച്ചാൽ ഡേ കഴിഞ്ഞിട്ടില്ലേ ഗൈസ്. അപ്പോൾ ഡേ 4 ഡേ 5 ഡ്രസ്സ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഡേ 4 ഡേ 5 നിങ്ങൾ കൂട്ടി 10 അങ്ക് പറയാനുള്ളൂ. പിന്നെ ഡേ 6 വരുന്നുണ്ട്, ഡേ 7 വരും. നാളെ മറ്റേ നടക്ക് വരും ഗൈസ്. നല്ല വ്ലോഗലുണ്ട്. പിന്നെ ഇവർ പോകാനായിട്ട് എനിക്ക് ഭയങ്കര മിസ്സാവും. കാക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോകാനായി നല്ലോണം മിസ്സാകുന്നുണ്ട്. ഇവരെ സത്യം പറയാമല്ലോ, നല്ല മിസ്സാകുന്നുണ്ട്. അത്ര തന്നെ ഫസ്റ്റ് മാളിലേക്ക് പോകും, ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് മാളിൽ പോകാൻ എന്നിട്ട് അത് കഴിച്ച് ഇവിടെ വന്നിട്ട് കുറച്ചൊക്കെ കടന്ന് കുളിച്ചാൽ എന്നിട്ട് പിന്നെ വേറെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അപ്പുറത്തെ മാളിൽ പോകണം. എന്നിട്ട് കുറച്ച് ഷോപ്പിങ്ങെല്ലാം കഴിച്ച് പുറക്കേക്ക് വരണം. പിന്നെ ഇവർ ഇന്ന് രാത്രിത്തേക്ക് പോകും എല്ലാവരും കൂടി. അപ്പോൾ എനിക്ക് മിസ്സാവും ഗൈസ്. ഞങ്ങൾക്ക് വരുമ്പം പറഞ്ഞുതരാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ മറ്റേ മാളിലാണുള്ളത്. അപ്പം അവിടുത്തെ H&Mലാണുള്ളത്. ഫ്ലാറ്റിൻ്റെ അപ്പുറത്തെ മാളിലേക്ക് നമ്മൾ പോയിക്കില്ല കേട്ടോ ഗൈസ്. അത് വേറെ ഡ്രസ്സിട്ട് കുളിച്ചെല്ലാം മാറ്റിയിട്ട് പോകണം. നമ്മളിപ്പോൾ H&Mലാണ്. H&Mലെ കാഴ്ചകൾ കാണിച്ചു തരാം. അടിപൊളി ഡ്രസ്സസ് എല്ലാം ഉണ്ട്. പക്ഷേ ഡ്രസ്സെല്ലാം സീനാണ്. പക്ഷേ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സിൻ്റെ ഒരു കോട്ടിന് തന്നെ ഉണ്ട് 4000 സംതിങ്. ഇവിടുത്തെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് പറയാനില്ല. നല്ല പ്രൈസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയും, അത്ര എനിക്ക് പറയാനുള്ളൂ. സിനിമാറ്റിക്കിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് തോന്നുന്നത് ഗൈസ്. അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, സോറി. അപ്പം നല്ല ബ്രേസ്ലെറ്റ്സ്, ഷൂ, പിന്നെ മാല, ചെയിന് പോലത്തെ മാല, സൺഗ്ലാസ്, ബോസ് എല്ലാം അടിപൊളി. ക്രാബ്സ് എല്ലാം, ബാഗ്, ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സാധനങ്ങളും എല്ലാം സീനായിരുന്നു കേട്ടോ ഗൈസ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എല്ലാം ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. മാലയൊക്കെ പറയണ്ട. പക്ഷെ മാലക്കൊക്കെ ഒരു മാലക്ക് തന്നെ ഉണ്ട് 500, 600, 700 സംതിങ്. ബോക്കൊക്കെ പിന്നെ പറയണ്ട. ബോസിനൊക്കെ ഒരു 700 സംതിങ് ഉണ്ട്. ഇതേ നോക്കി ഇവിടുന്ന് ഒന്നും കൊടുക്കൂലെന്നാണ് എൻ്റെ ഒരു ടോപ്പ്. ബിക്കോസ് ഡ്രസ്സിന് തന്നെ ഉണ്ട്, ഒരു ടോപ്പിന് തന്നെ ഉണ്ടാവും 3000 സംതിങ്. 3000, 2000 കഴിഞ്ഞ സംതിങ്. H&M നല്ല പ്രൈസ് ഉണ്ട്. ഓർണമെന്റ്സ് ഒക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ നോക്കി. ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത് നമുക്കറിയാം. കാരണം നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര എക്സ്പെൻസീവ്, എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. H&M ഒന്നും കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഫുൾ എക്സ്പെൻസീവ്. ഒന്നും ഇതായിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നില്ല. ഒന്നും പ്രൈസ് ഇല്ലാത്തല്ലേ, ഫുൾ എക്സ്പെൻസീവ് ആണ്. അത് നോക്കി ഗൈസ്, ഇതിൽ എന്ത് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഇങ്ങനെ എക്സ്പെൻസീവ് ഒക്കെ വെച്ചാൽ നമ്മളെങ്ങനെയാണ് എടുക്കാണി അല്ല നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല, ഞാൻ എഗ്രി ചെയ്യുന്നത്. അവിടെ എല്ലാം അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് സിൽവർ മാല, പിന്നെ ഡ്രസ്സൊന്നും പറയണ്ട, അടിപൊളി ഡ്രസ്സസ്സാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. കോട്ട് സൂട്ട്, അത് ഇത് നമ്മളെ കൊറിയൻ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയായിരുന്നു. എല്ലാ ഡ്രസ്സും നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രൈസ് പിന്നെ പറയണ്ട, 5000, 6000 ആ ഒരു അടുത്തുണ്ടായിരുന്നു ഗൈസ്. അപ്പം എല്ലാവരും ഷോപ്പിങ്ങിലാണ്. ഇത് സംഭവം എൻ്റെ കാക്കൻ്റെ ഫ്രണ്ടിൻ്റെ മംഗലായതുകൊണ്ട് അവർ ഷോപ്പ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. അപ്പം ഞാനും ഉണ്ട് ദേ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഇവരൊക്കെ തന്നെ വന്നതാണ്. നമ്മൾ ഇപ്പോൾ അറിയില്ലേ, നമ്മളെല്ലാവരും കൂടിയിട്ട് മുമ്പിൽ നിന്ന് അടിച്ചു പൊളിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ H&Mലാണ് ഫസ്റ്റ് കയറിയത്. ഇവിടുന്ന് കുറച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, H&Mൽ വരാത്താണ് നല്ലത്. ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് കാര്യമില്ല. പൈസ ഉള്ളവർക്ക് എടുക്കാം. ഞാൻ പൈസ സമ്പാദിക്കട്ടെ. H&Mൽ ഒരു ദിവസം വന്നിട്ട് 2-3 ഡ്രസ്സ് എടുത്തിരിക്കും. എല്ലാവരും ഒരു ഡ്രസ്സ് എടുത്തട്ടോ. അങ്ങനെ ഇക്കാക്കത് നമ്മളെ കേഡ്രാമയിലൊക്കെ CA ഓടുന്നു, പിന്നെ ക്യാബിൻ ക്രൂ ഓടുന്ന ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഇട്ടോക്ക്. ഇതിൻ്റെ പാൻറ്റ് 6000, കോട്ടിനുണ്ട് 4000, ഉള്ളിലിടുന്ന ഡ്രസ്സിനുണ്ട് 2000. അങ്ങനെയായിരുന്നു പ്രൈസ്. ഞാൻ വെറുതെ ഇട്ടോക്കി. നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇട്ടിട്ട് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. മൊബൈൽ വന്നിട്ട് ഇനി ഇതിട്ടിക്കില്ലെന്ന് വേണ്ട. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഷോപ്പിങ്ങിന് വന്നതാണ് ഇവരൊക്കെ. എൻ്റെ കാക്കൻ്റെ ഫ്രണ്ട്സാണ് വന്നത്. പക്ഷെ ഞാൻ കുറച്ചെല്ലാം ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു കേട്ടോ ഗൈസ്. H&M ഒന്ന് പുറത്ത് കീന്. കാരണം H&Mൽ നിന്നും അടുത്ത് അവിടുത്തെ പൈസയും കണ്ട് ഞെട്ടി. പിന്നെ അവിടുത്തെ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തു. H&M നമ്മൾ വന്നു. ഇതാണെന്ന് മാളെന്ന് പറയുന്നത്. കുറേ പലതരം ഷോപ്പുകളുണ്ട്. ഇത് ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുള്ള. പിന്നെ ഫോൺ കേസ് ഒന്നും പറയാണ്ട്. ഫോൺ കേസെല്ലാം അടിപൊളിയുണ്ട്. ഇതൊക്കെ വായിക്കാൻ ഞാൻ അറിയില്ല. പിന്നെ അപ്പുറത്ത് ഇംഗ്ലീഷ് എഴുതി തരും. അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നു. ഇവിടുത്തെ മാളെന്ന് പറയുന്നത് അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. മേക്കപ്പ് പ്രോഡക്ട്സ്, ഓർണമെൻറ്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ എന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം കുറേ വീടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സിന്. പിന്നെ ഇത് സാറ ഉണ്ടായിരുന്നു. സാറ എന്ന് വിചാരിക്കും ഹിന്ദിയിൽ വായിച്ചതല്ല. അവിടെ എന്താ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വായിച്ചത്.
കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പ്, പിന്നെ സത്താർബക്സ് ഉണ്ടായിരുന്നു. സത്താർബക്സിൽ അധികവും നമ്മൾ പോകും ഗൈസ്. അതിന് ആദ്യം ഷോപ്പിംഗ് കഴിയണമായിരുന്നു. പിന്നെ നമ്മൾ സൺഗ്ലാസ് എല്ലാം നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എല്ലാം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കാക്കൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടുന്ന് വെറുതെ ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷെ എടുക്കൂലെന്നേ ഉള്ളൂ. വലുതെ ലുക്ക് കണ്ടിട്ട് നോക്കുന്നുണ്ട് ഗൈസ്. കാക്കി എല്ലാവരും മാറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെൻസിൻ്റെ സെക്ഷനിലാണല്ലോ, അത് ഇക്കാക്കിക്കാരൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇക്കാക്കൻ്റെ വൈഫ് എല്ലാം കൂടിയിട്ടായിരുന്നു നമ്മൾ H&M പോയത്. എല്ലാവരും മെൻസ് സെക്ഷനിൽ വെറുതെ വന്നു, വെറുതെ എന്തെല്ലോ നോക്കി, എത്ര തന്നെ. അതേ നിയാൾക്കൊക്കെ ഇതേ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഈ ഡ്രസ്സൊന്നും. വെറുതെ ഇട്ടു, ലുക്ക് ഉണ്ടോ അത് ഇത്. പിന്നെ നമ്മൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ പോയി, അവിടുന്ന് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഇവർക്ക്. ഒന്നും ഷോപ്പ് ചെയ്യാനുണ്ടായിട്ടില്ല, അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പം എന്തെന്നാ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആടെ വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു. ആടുന്ന് ഗൈസ് എനിക്കൊരു ഗ്ലോസ് തന്നു, എന്നുവെച്ചാൽ നമ്മളെ ലിപ് ഗ്ലോസ് അത് തന്നു. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത്. പിന്നെ അതെ നമ്മളെല്ലാം ഇങ്ങനെ ബോറടിക്കുന്നത്, ഷോപ്പ് ചെയ്യേണ്ട ആൾക്കാർ ഷോപ്പ് ചെയ്യുന്നത്, നമ്മൾ ബോറടിക്കുന്നത് അത്ര. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ സത്താർബക്സിൽ പോകുന്നു, അങ്ങനെ നമ്മൾ സത്താർബക്സിലും കയറാൻ പോയി ഗൈസ്. കയറി നമുക്ക് സത്താർബക്സിൽ കുറച്ച് ആൾക്കാർ കൂടുതലായിരുന്നു. പിന്നെ അതേ ഇവിടുത്തെ കേക്ക്സും എല്ലാം കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു, നമുക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ജ്യൂസ് വാങ്ങി, നമ്മൾ സാറാന്ന് ഇതിൻ്റെ നെയിമുള്ള ജ്യൂസാണ് വാങ്ങിയത്. പിന്നെ ഒരു കേക്ക് വാങ്ങി. കേക്ക് തീരാനായപ്പോഴായിരുന്നു വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്. ഈ കേക്ക് ബാക്കി വെച്ചത് കാക്കൻ്റെ ഫ്രണ്ടിനെയാണ്. അങ്ങനെ നമ്മൾ ജ്യൂസും തീർത്ത് നമ്മൾ കുറച്ച് ഒരു കൂളാവാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റാർബക്സിൽ വന്ന. കുറേ നേരം നടന്ന് H&M പോയി, അവിടെ പോയി ഇവിടെ പോയി കുറേയൊക്കെ കണ്ട് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതേ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ പുറപ്പെട്ടു, ആ മാളിൽ നിന്ന് നേരെ വിട്ടു. പിന്നെ രാത്രി ആയതുമാണ് ഓർമ്മ വന്നത്. രാത്രി ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുള്ള് ഡ്രൈവിലായിരുന്നു കേട്ടോ ഗൈസ്, കാരണം ബോംബെയിലല്ല നമ്മൾ പോയത്. അപ്പോൾ കുറച്ച് നല്ലോണം ഡ്രൈവ് ചെയ്തു. പിന്നെ ആടിയിടെല്ലാം എന്തെല്ലോ കാണാൻ പോയി, അതൊന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ ബോംബെ ഹോട്ടലിലേക്ക് നമ്മൾ കയറി ഫുഡ് എന്തൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഉണ്ടായത്. കാരണം വിശക്കൊന്നുമില്ല, ഒന്ന് ബെഡ് കാണാൻ കിടന്നുറങ്ങുക, അതായിരുന്നു മൈൻഡ് മൊത്തം. ബെഡ് കാണാൻ കിടന്നുറങ്ങി, ഇങ്ങനെ കാത്തു വെക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. എന്തെല്ലാം ഓർഡർ. എൻ്റെ മുഖമൊക്കെ കണ്ടില്ല ഗായ്സ്, എല്ലാം കാറിലിരുന്ന് ഉറങ്ങി, അങ്ങനെയെല്ലാം ആയതാണ് മുഖം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, ആർക്കും ഫുഡ് കഴിക്കാൻ അത്ര മൂഡുണ്ടാക്കില്ല. ഇക്കാക്കൻ്റെ ഫ്രണ്ട്സിനെല്ലാം നല്ല മൂഡിലായിരുന്നു ഫുഡ് കഴിക്കാൻ. ഞങ്ങൾക്കൊന്നും തീരെ മൂഡില്ലായിരുന്നു ഫുഡ് കഴിക്കാൻ. എന്നാലും നമ്മൾ ഫുഡ് വന്നാൽ കഴിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഫുഡ് വന്നിട്ടോ ഗൈസ്, പൊറോട്ടയും ചിക്കൻ പൊരിച്ചതും എന്തോ കറിയും. ഇവരെന്തോ 2 ആട്ടാണ് വാങ്ങിയത്, നമ്മൾ ഇവിടുന്ന് വേറെ എന്തല്ലോ വാങ്ങി. പിന്നെ വെള്ളം പെപ്സി എല്ലാം കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് ഗൈസ് കാക്കൻ്റെ ഫ്രണ്ട് പീക്കും പൂക്കിയാണ് കഴിച്ചത്, ഇങ്ങനെ പൊതിച്ചാണ് കഴിച്ചത്. ഭയങ്കരമാണ് ഇവർ രണ്ടാളെ ബോണ്ടെന്ന് പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോറെവറാണ്. പിന്നെ നമ്മൾ പുറപ്പെട്ടു, അത്ര തന്നെ. പിന്നെ നമ്മൾ പുറപ്പെട്ടിട്ട് പുറക്കെത്തിയത് എപ്പാന്ന് ഓർമ്മയില്ല, 2 മണിയായിട്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എത്തി, കുറച്ച് കോമഡിയൊക്കെ കണ്ടു. നമ്മളിനി നാളെ രാവിലെ എണീച്ചിട്ട് ചെറിയ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ മാളിൽ നമ്മൾ പോകാൻ പോവാണ്. അവിടെ നിന്ന് ചെറിയൊരു ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഡ്രസ്സ് അവിടെ ജോഡിയും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം വേണ്ട ഡ്രസ്സ് കുറച്ച് വാങ്ങിച്ചു വരുന്നു, പിന്നെ ദൈവം വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നാളത്തെ ആ ഒരു ഷോട്ടും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കും. അപ്പം നാളത്തെ ഷോട്ടിലേക്ക് പോയി ഇപ്പം ഞാൻ ഉറങ്ങിട്ട് ഗായ്സ് രാവിലെ നമ്മൾ മാളിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. അപ്പം നമ്മളെ നമ്മളെ മാള് കാണുന്നില്ല, ഇപ്പുറത്ത് തന്നെ ഫ്ലാറ്റാണ്, ഫ്ലാറ്റിൻ്റെ അപ്പുറത്താണ് മാളെന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ അങ്ങ് നടക്കുകയാണ് ഗായ്സ്. ഇതാണ് മാളെന്ന് പറയുന്നത്. ഈ മാളിൻ്റെ പേര് മെട്രോ ഗ്രാൻഡ് തന്നെയാണ്, ആ ഫ്ലാറ്റിൻ്റെ പേരും അത് തന്നെയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. കാരണം ഇന്ത്യ പാകിസ്ഥാനുള്ള ഇതിൽ നമ്മൾ തോക്കുകൊണ്ടതിനോ അതുകൊണ്ടതിനോ എന്നുള്ളത്. ഈ മാളെന്ന് പറയുന്നത് ഒരു ഓപ്പൺ ഏരിയ മാളാണ്, നല്ല രസമുള്ള മാളാണ്. ഇപ്പോൾ നമ്മൾ AC കൊടുക്കുന്ന പോലത്തെ മാളൊന്നുമല്ല, അടിപൊളി നല്ല അടിപൊളിയായിട്ടുള്ള മാളാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ചെറുതായിട്ട് ആക്സിലേറ്ററിൽ അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ സത്യം പറയാലോ നല്ല ബ്യൂട്ടിഫുൾ മാളാട്ടോ, നല്ല വലിയ മാളാണ്. വെസ്റ്റ് സൈഡ് ഉണ്ട്, സുഡിയോ ഉണ്ട്, ഈസി ബൈ ഉണ്ട്, യൂസ്റ്റോ ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് പോയതാണ്. കാരണം എനിക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, പിന്നെ സാറക്ക്, പിന്നെ ഇവരൊക്കെ പോവാണ്, ഇക്കാക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോവാണ്. ഞാനൊരു May 11 ആ ഒരു ടൈമിനാണ് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഡ്രസ്സാണ് ഗൈസ് ഇട്ടത്. നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ നേരെ പോകുന്നത് സുഡിയോയിലാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞു വെച്ചത്. സുഡിയോ പോയിട്ട് എന്താ ചെരുപ്പ് അങ്ങനത്തെ എല്ലാം എടുക്കണം. ഞാൻ ശരിക്കും ഒന്നും എടുത്തിക്കില്ല, ഞാൻ ഇന്നലെ H&M പോയപ്പോൾ ഒന്നും എടുത്തിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ സുഡിയോ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗായ്സ്. നടന്ന് എത്തുന്നില്ല. പിന്നെ ആക്സിലേറ്റർ എല്ലാം കയറണം. കുറേ ഉണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. പാനിപ്പൂരി എല്ലാവരും ആളിൽ കിട്ടുന്ന ആലോചിച്ചൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ സുഡിയോയിലേക്ക് നടന്നു. സുഡിയോൻ്റെ കളക്ഷൻ പറയണ്ട. പക്ഷേ ഈ നമ്മൾ ഈ ഷോപ്പിൽ കയറുന്നവരെല്ലാം ഷോപ്പുകാരെന്താ പറയാന്നറിയോ, എന്താ ഇവിടുന്ന് വീഡിയോ എടുക്കരുത്. ഞാൻ എന്നാലും നിങ്ങൾക്ക് നമ്മളെ കാഴ്ച കളക്ഷൻസ് ഇല്ല. ഓഫേഴ്സ് ഉണ്ട്, നല്ല ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ കളക്ഷൻസ് അധികമില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പിന്മാറി. ഞാൻ മാക്സിൽ നല്ല കളക്ഷൻ ഉണ്ട്. മാക്സിൽ നിന്ന് ഞാൻ 2 ഡ്രസ്സ് എടുത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കാക്കത്തേര് ഞാൻ എടുത്തു. പിന്നെ ഞാൻ നെയ്ഹക്ക്, ദീദിക്ക്, എൻ്റെ ഫാമിലിക്ക് ഒരിക്കലെടുത്ത്, ഞാൻ മുംബൈയിൽ വന്ന സ്ഥിതിക്ക് ഒരിക്കലെടുത്ത് ഇത്ര ഞാൻ എടുത്തുള്ളൂ. ഞാൻ പിന്നെ ഒരു ചെരുപ്പ് കൊടുത്ത്. ഇനി ഞങ്ങൾക്ക് എൻ്റെ ബെസ്റ്റിക്ക് ഒരു ബ്രേസ്ലെറ്റ് എടുക്കണം. ഒരു ബ്രേസ്ലെറ്റ് ആൻഡ് കുറച്ച് റിങ് വാങ്ങിക്കണം. പണിയുണ്ട്. മാക്സിലാണ് ഇപ്പോൾ ഉള്ളത്. മാക്സിമം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റേ എൻ്റെ ന്യൂ ഫ്രണ്ടിൽ സാറ ഓക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓക്ക് ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പോൾ മാക്സിലാണ് നമ്മളിപ്പോൾ മാക്സിമം വീഡിയോ അലൗഡ് ആവുന്നതല്ല. ബിക്കോസ് സ്റ്റുഡിയോന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ടത്, സ്റ്റുഡിയോയിൽ വീഡിയോസ് അലൗഡ് അല്ലാതെ നമ്മൾ ഫോൺ പുറത്ത് വെക്കണം. മുംബൈയിൽ അങ്ങനെയാണ് ഗൈസ്. എന്നെ ഇവിടുത്തെ കളക്ഷൻസ് കാണിച്ചേക്കാം. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. നമ്മളെല്ലാം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതേ മെക്ഡൊണാൾഡിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങി എനിക്ക് സാറക്കല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഓക്കെ ബൈ ടാറ്റാ. വീഡിയോ അവസാനിക്കുകയാണ്.